Hi friends, നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണല്ലോ സദ്യ എന്ന് പറയുന്നത്. അപ്പോൾ സദ്യ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമുണ്ട്. അതെന്താണെന്ന് അറിയാമോ? പപ്പടം. അപ്പോൾ പപ്പടം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. എന്തായാലും സദ്യ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൽ പപ്പടം ഉറപ്പായിട്ടുണ്ട്. പപ്പടം ഇല്ലാത്തൊരു സദ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ പപ്പടം ഉണ്ടാക്കുന്ന ഒരു വീട് നമ്മുടെ വീടിൻ്റെ ഒരു 5-6 വീടിൻ്റെ അപ്പുറമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്, നടന്നു പോകേണ്ട ഒരു ദൂരവേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഉണ്ടാക്കുന്നതൊന്ന് കാണിക്കാമോ എന്ന് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ അവർ സമ്മതിച്ചിരിക്കുകയാണ്. ഒരു പാരമ്പര്യമായിട്ട് അവർ പപ്പടം ഉണ്ടാക്കുന്നവരാണ് കേട്ടോ. മിഷീനകത്തൊന്നുമല്ല, കൈവച്ച് തന്നെ അവർ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. അവരുടെ വീട്ടിൽ അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ എൻ്റെ വീട്ടിലെ എല്ലാ ഫംഗ്ഷനും കേട്ടോ, ഫംഗ്ഷന് മാത്രമല്ല നമ്മുടെ വീട്ടിൽ അല്ലാതെ പപ്പടം വാങ്ങിക്കുമ്പോഴും ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് വാങ്ങാറുള്ളത്. പോരാത്തതിന് എൻ്റെ കല്യാണത്തിനായാലും എൻ്റെ ഫാമിലിയിലെ ഏത് കല്യാണത്തിനായാലും ശരി തന്നെ പപ്പടം വാങ്ങുന്നത് ഈ വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പടമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് പപ്പടം ഉണ്ടാക്കുന്നതെന്ന് ഉള്ള നമുക്ക് കാണാനായിട്ട് പപ്പടം ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോകാം. അപ്പം ഞാൻ എന്താ അവരുടെ വീട്ടിലെത്തി കേട്ടോ. ഇതാണ് അവരുടെ വീട്. നമ്മളെ അടുത്ത് തന്നെ ആയതുകൊണ്ട് എനിക്ക് എന്തായാലും എല്ലാവരെയും അറിയാം. പക്ഷേ നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാം എല്ലാവരെയും കേട്ടോ. അപ്പം നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇത് രോഹിണിയും ഹസ്ബൻഡ് ബിജുവാണിത്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് കേട്ടോ നമുക്ക് പപ്പടമൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ നോക്കാം. ആദ്യം അവരെ ഒന്ന് പരിചയപ്പെടാം നമുക്ക്. എൻ്റെ പേര് ബിജു. എത്ര വർഷമായി ഇപ്പം പപ്പടം ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്? 20 വർഷത്തിൽ കൂടുതലായി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ അച്ഛനും അപ്പൂപ്പനൊക്കെ അങ്ങനെ ചെയ്ത് പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നു. അപ്പം ഇവിടെ ഇവരിങ്ങനെ കുറേ വർഷമായിട്ട് പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന കേട്ടോ. പിന്നെ ബിജുവിന് എല്ലാ പിന്തുണയായിട്ട് വൈഫ് കൂടെയുണ്ട്. അപ്പം നമുക്ക് വൈഫിനെയും കൂടെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് രോഹിണി. കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ വീട്ടിലും ഉണ്ടാക്കുക, എൻ്റെ വീട്ടിലും ഉണ്ടാക്കുമായിരുന്നു. രോഹിണിയുടെ വീട്ടിലും ഇത് പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വരുന്നുണ്ട്. പിന്നെ പോരാത്തതിന് ബിജുവിനെ എൻ്റെ കൂടെ കൂടിയതിന് ശേഷം രണ്ടുപേരും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഇങ്ങനെ ഉണ്ടാക്കി പോരുവാണ്. ഇപ്പം 20 വർഷമായി ഇവർ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ബിജുവിനും രോഹിണിക്കും 2 മക്കളാണുള്ളത്. അവർ രണ്ടുപേരും ഇവിടെ നിൽപ്പുണ്ട്. അവരെയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. പേരൊക്കെ ഒന്ന് ചോദിക്കാം. മോൻ്റെ പേരെന്താ? ഗൗരിനാഥ്. എത്രാം ക്ലാസ്സിലാണ്? 7ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? MSM. മോളുടെ പേരോ? ശിവപ്രിയ. ശിവപ്രിയ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ിലോ. ഏത് സ്കൂളിലാണ് മോള്? MSM. രണ്ടുപേരും ഒരേ സ്കൂളിലാണ് ഇല്ലയോ? അപ്പൊ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ കേട്ടോ ഇവർ രണ്ടുപേരും പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ളൊരു സ്കൂള് തന്നെയാണ് MSM ഹയർ സെക്കൻഡറി സ്കൂള്. അവിടെയാണ് ഇവർ രണ്ടുപേരും പഠിക്കുന്നത്. ഞാനും അവിടെ പഠിച്ചത്. അപ്പോൾ ഇവർ രണ്ടുപേരുടെ അടുത്ത ഒരു കൂട്ടുകാരനാണ് കേട്ടോ ഇത്. അപ്പം അടുത്ത വീട്ടിൽ താമസിക്കുന്നതാണ്. അപ്പം മോനും ഞങ്ങൾ പപ്പടത്തിൻ്റെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പം മോനെയും കൂടെ ഒന്ന് പരിചയപ്പെടാം. മോൻ്റെ പേരെന്തുവാ? ജീവൻ. ജീവൻ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7ില്. എവിടെ? MSM. ഓക്കെ. അപ്പോൾ ഇവർ 3 പേരും ഒരു സ്കൂളിലാണ്. അടുത്ത കൂട്ടുകാരാട്ടോ. ബിജുവിൻ്റെ അച്ഛനാണിത്. അപ്പം അച്ഛൻ്റെ പേരെന്തുവാ? ശശിധരൻ. അച്ഛനും ഈ പപ്പടം ഉണ്ടാക്കുന്ന പണി തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് പാരമ്പര്യമായിട്ട് ഇവരിങ്ങനെ ചെയ്തു വരുന്നതാ. ഇപ്പം അച്ഛൻ ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ കമ്പനിയിൽ പോകുന്നുണ്ടോ? പപ്പടം ഉണ്ടാക്കുന്ന കമ്പനി. പപ്പടം ഉണ്ടാക്കുന്ന കമ്പനിയിലാണ് ഇപ്പം അച്ഛൻ ജോലി ചെയ്യുന്ന. ഇതിന് മുന്നേ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. ഇപ്പം ബിജു വീട്ടിലാണ് ചെയ്യുന്നത്. പക്ഷെ അച്ഛൻ ഇപ്പം കമ്പനിയിൽ പോകുന്നുണ്ട്. പപ്പടം നിങ്ങൾ എപ്പോഴാണ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്? രാവിലെ ഒരു ദിവസം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? രാവിലെ 5 മണിക്ക് തുടങ്ങി ഒരു 2 മണിയാകുമ്പോഴത്തേന് തീരും. പിന്നെ അത് കഴിഞ്ഞ് കടയിലൊക്കെ കൊണ്ട് കൊടുത്തിട്ട് വരും. ഇവിടങ്ങളിലുള്ള എല്ലാ കടകളിലും കേരളപുരം, ചന്ദനത്തോപ്പ്. ഒരു ദിവസം ഏകദേശം എത്ര പപ്പടമൊക്കെ ഉണ്ടാക്കും? ഏകദേശം നമുക്ക് കൈകൊണ്ട് ചെയ്യുന്നുണ്ട്. അധികം ഉണ്ടാക്കാനത് ഒരു 10 കിലോ ഒക്കെ ചെയ്യും. 1 കിലോന് 250 പപ്പടം കിട്ടും. നമ്മളെ സാധാരണ പപ്പടമാണെങ്കിൽ. പിന്നെ വലിയ പപ്പടമാണെങ്കിൽ വലിപ്പം അനുസരിച്ച് എണ്ണം കുറയും. കല്യാണ പപ്പടത്തിന്റെ വർക്കൊക്കെ വരാറുണ്ട്. കല്യാണ പപ്പടം വരാറുണ്ട്. അപ്പൊ അതിന് കൊറോണ ആയതുകൊണ്ട് ഇപ്പൊ 2 കൊല്ലം കൊണ്ട് പരിപാടിയില്ല. ഇതിന് ലൈസൻസ് അത്യാവശ്യമുണ്ടോ? ലൈസൻസ് അത്യാവശ്യം ഉള്ളടക്കി വെച്ച് ഈ ആഹാരം ഉണ്ടാക്കുന്ന ആൾക്കാരെല്ലാം ലൈസൻസ് എടുക്കണമെന്നുള്ള ഒരു നിർബന്ധം വന്നായിരുന്നു. അപ്പൊ ആ സമയത്ത് പോയി. അപ്പൊ എല്ലാവർക്കും എടുക്കാനൊരു സൗകര്യം ഓരോ സ്ഥലങ്ങളിൽ വെച്ച് ഈ ലൈസൻസ് കൊടുക്കുന്ന ഇതുണ്ടായിരുന്നു. അങ്ങനെ അതിന് പോയി എടുത്തായിരുന്നു. പെരുന്നാട് പോയാ എടുത്തത്.
പേര് എന്ത്? പേര് ഇട്ടേക്കുന്ന റോയൽ പപ്പടം എന്നിട്ട് ചാത്തിനാകുളം. റോയൽ പപ്പടം ചാത്തിനാകുളം എന്നാണ് പേരിട്ടേക്കുന്നത്. അപ്പം പപ്പടം നമ്മളുടെ ഈ കല്യാണം ആയാലും എന്ത് വിശേഷമാണെങ്കിലും ഇവിടെ സമീപിച്ച് കഴിഞ്ഞാൽ പപ്പടം റെഡിയാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പടം ഇവിടുന്ന് നമുക്ക് കിട്ടും. കൊല്ലം ജില്ലയിൽ നമ്മളുടെ ചാത്തിനാകുളം എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ. ഇത് എൻ്റെ വീടിൻ്റെ ഒരു 5-6 വീടിൻ്റെ അടുത്ത് തന്നെയാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, കുരുനാമണി ക്ഷേത്രം. അപ്പോൾ ആ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ആയിട്ടാണ് ഇവരുടെ വീട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ നമ്പരും കൂടെ കൊടുക്കാം. എന്ത് വിശേഷമാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പടമാണ്, ഞാൻ ഗ്യാരണ്ടി പറയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ ഫോൺ വിളിച്ചാലും മതി. പിന്നെ നമ്മുടെ ഇവരുടെ വീടിൻ്റെ അടുത്തായിട്ട് 5 കിലോമീറ്റർ ചുറ്റളവിലാണെങ്കിൽ ഇവർ കൊണ്ടു കൊടുക്കും കേട്ടോ. പിന്നെ അല്ലാത്തവരാണെങ്കിൽ വന്ന് വാങ്ങേണ്ടി വരും. എന്തായാലും ഞാൻ നമ്പരും കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നമ്മളെ ഇപ്പോൾ പപ്പടം ഉണ്ടാക്കി കാണിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ മൊത്തം മാവ് വെച്ചിട്ടാണോ എങ്ങനെയാണ്? അല്ല, ഇപ്പം വീഡിയോക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു കിലോ മാവിൻ്റെ മാവെടുത്ത് വെച്ച് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പം നമുക്ക് വേണ്ടിയിട്ട് 1 കിലോ മാവിൻ്റെ ചെയ്ത് കാണിക്കാമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി അതെങ്ങനെയാണെന്ന് നോക്കാം. 1 കിലോ ഉഴുന്ന് മാവല്ലേ? 1 കിലോ ഉഴുന്ന് മാവാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കിലോ ഉഴുന്ന് മാവിന് 40 ഗ്രാം സോഡാപ്പൊടിയും കൂടി ചേർത്തിട്ട് കൈ കൊണ്ടൊന്ന് ഇളക്കി വെക്കുന്നുണ്ട്. 1/2 ലിറ്ററോളം വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബിജു പറയുന്നത് ഇത് കുഴയ്ക്കുന്നത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലല്ല, കുറച്ചും കൂടി കട്ടിയായിട്ട് ഇങ്ങനെ മുറുക്കി ടൈറ്റായിട്ട് കുഴയ്ക്കണം എന്നാണ് പറയുന്നത്. കണ്ട ഇത്രയും പരുവത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ബിജു പറയണത് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇത്രയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാറക്കല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് ഇടിച്ചെടുക്കുമെന്നാണ് ഈ മാവ്. പക്ഷേ ഇപ്പം അങ്ങനെ ചെയ്യുന്നത് കുറവാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിപ്പം കൈവച്ച് നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. നല്ലെണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം എന്താണ്ട് ഈ മാവ് 2 പീസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നല്ലെണ്ണയും കൂടെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മയപ്പെടുത്തി എടുക്കുകയാണ് മാവ്. ഇതിപ്പം മുറിഞ്ഞ് അങ്ങനെ വരുന്നത്, ഇത് പരുവാകുമ്പം റബ്ബർ പോലെ വലിഞ്ഞു വരും. അന്നേരം അതിൻ്റെ കറക്റ്റ് പരുവായി. ഇടയ്ക്കൂടെ എണ്ണയും തേച്ച് കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മളെ എഴുത്താണി കടലൊക്കെ ഞങ്ങളാണ് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കൊല്ലം ജില്ലയിലെ ഫേമസ് ആയിട്ടുള്ളൊരു കടയുണ്ട് കേട്ടോ. കേക്കും ചായക്കട കേക്ക് ഉണ്ടല്ലോ, വെട്ട് കേക്ക്, അത് പൊറോട്ട, മട്ടൻ കറി ഇതൊക്കെ കിട്ടുന്ന ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ് എഴുത്താണിക്കട. അപ്പോൾ കൊല്ലം ജില്ലക്കാർക്ക് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ പുറത്ത് ജില്ലക്കാരുമൊക്കെ നമ്മളുടെ ഇവിടെ വന്ന് ഈ കടയിൽ വന്ന് വാങ്ങാറുണ്ട്. അപ്പോൾ അത്രയും ഫേമസ് ആണ് ആ കട. TV-യിൽ കുക്കറി ഷോയ്ക്ക് വേണ്ടിയിട്ട് ഈ കടയിലൊക്കെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്രമാത്രം ഫേമസ് ആയിട്ടുള്ളൊരു കടയാണത്. അപ്പം ഞങ്ങൾക്കിവിടെ പോകാനായിട്ട് അടുത്താണ് കേട്ടോ. അപ്പം അവിടുത്തെ ഡെയിലി പപ്പടം കൊടുക്കുന്നത് ബിജു ആണെന്നാണ് പറഞ്ഞത്. പരുവായി. ഇനി നമുക്ക് പീസാക്കണം. നമ്മളിത് സാധാരണയായിട്ടുള്ള ഇങ്ങനെ ഇത് സാധാ വലിപ്പത്തിലുള്ള പപ്പടം. അതാകുമ്പം ഇച്ചിരി കൂടെ വലുതായിട്ട് കണ്ടിക്കണ്ട. കുറച്ച് നല്ലെണ്ണയും കൂടി ഇങ്ങനെ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പീസുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പപ്പടം ഓരോന്നും പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ പുട്ടിൻ്റെയൊക്കെ പൊടി പോലെ അല്ല എന്നാണ് പറഞ്ഞത്. അതിനെക്കാട്ടി നല്ലതുപോലെ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ പൗഡറായിരിക്കണം എന്നാണ് പറഞ്ഞത്. പരത്തിയ പപ്പടം ഓരോന്നിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയിൽ ഇതാ ഇങ്ങനെ നാക്കിയെടുക്കണമെന്നാണ് പറഞ്ഞത്.
മാവ് കുടഞ്ഞ് കളയത്തില്ല. കളഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അമുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ ഒരേ കണക്ക് വരാൻ വേണ്ടി നമ്മളിങ്ങനെ എടുക്കുന്നത്. അപ്പോൾ പകുതി പപ്പടമാണ് ഇങ്ങനെ പരത്തിയെടുത്തിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഇതിനി ഉണക്കാനായിട്ട് ഇട്ടതിന് ശേഷം അടുത്ത ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ ബിജു പറഞ്ഞത് നല്ല വെയിലുണ്ടെങ്കിൽ പപ്പടം വെളിയിലിട്ട് 5 മിനിറ്റ് ഉണക്കണം എന്നാണ്. പക്ഷേ ഇന്ന് വെയിലില്ല കേട്ടോ, നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ മഴ സമയത്ത് പപ്പടം ഉണക്കുന്നതെന്ന് പറഞ്ഞാൽ ഉപ്പിലായനിയിൽ മുക്കി ചാക്കിൽ ഇങ്ങനെ നിരത്തി ഇട്ടാണ് ഉണക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പിലായനിയിൽ മുക്കിയ ചാക്ക് അത് ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചാക്കിലാണ് ഇവർ ഇങ്ങനെ നിരത്തി ഈ പപ്പടം ഇടുന്നത് കേട്ടോ. അപ്പം ഈ പപ്പടത്തിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഈ ചാക്കിൽ വലിച്ചെടുക്കും. അപ്പോൾ ഇതാണ് ആ ചാക്ക്. ഈ ചാക്ക് 1 വർഷത്തിൽ 1 പ്രാവശ്യം ഉപ്പിലായനിയിൽ നിന്ന് മുക്കി ഉണക്കിയെടുത്ത് വെക്കുമെന്നാണ് പറഞ്ഞത്. 1 വർഷത്തിലാണ് ഉപ്പിലായനിയിൽ മുക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിലും ചാക്കിനകത്തുള്ള ഉപ്പിൻ്റെ അളവ് കുറയുന്നതനുസരിച്ചിട്ട് മുക്കിയെടുക്കാറുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. വെയിൽ കൊണ്ട് ഉണങ്ങുമ്പോഴാണ് കേട്ടോ 5 മിനിറ്റ്. ഇങ്ങനെ ചാക്കിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ വെക്കണം എന്നാണ് പറഞ്ഞത്. ഉണങ്ങാനായിട്ട് ചാക്കിൽ മൊത്തം പപ്പടം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും 1/2 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എടുക്കാറായി എന്നാണ് ബിജു പറയുന്നത്. അപ്പോൾ എടുക്കാൻ പോവാണ്. അപ്പോൾ മൊത്തം പപ്പടം ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പം 1 കിലോ മാവിൻ്റെ ആയിരുന്നല്ലോ നമ്മളെ ചെയ്ത് കാണിച്ചത്. അപ്പോൾ അത് 250 പപ്പടമാണ്. അതാണ് കേട്ടോ. അതായത് ഇത്രയാണ് ഇന്ന് നമ്മളെ ചെയ്ത് കാണിച്ചത്. പിന്നെ ഇപ്പം തന്നെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കൊണ്ടുപോകാനായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കടകളിലൊക്കെ. അപ്പോൾ ഇത് മാത്രമല്ല ഇനി ഉണ്ടാക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബിജു നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ഇതാണ് റോയൽ പപ്പടം. പപ്പടം നമ്മൾ പണ്ട് തൊട്ടേ ഇവിടുന്ന് വാങ്ങിക്കുന്നതുകൊണ്ടും പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും കുറേ നാളുകൊണ്ട് ഞാനൊരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നാട്ടിൽ വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ ചോദിച്ചപ്പോൾ തന്നെ നമുക്ക് അത് സമ്മതിക്കുകയും പിന്നെ നമുക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരികയും അത് ഉണ്ടാക്കി കാണിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം ഇത് കാണിക്കുകയും പറഞ്ഞു തരികയും ചെയ്ത് ബിജുവിനും രോഹിണിക്കും ഒരുപാട് നന്ദി പറയുകയാണ്. അപ്പോൾ രണ്ടുപേരുടെ അടുത്ത് എനിക്ക് ഒരുപാട് താങ്ക്സ് പറയുകയാണ് കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത് തന്നെ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.